അഫാനും നമ്മളുടെ കേരളത്തിലെ മീഡിയ ഫാനും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെറുതെ നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. കുറച്ച് ദിവസങ്ങളായി ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് മുൻകരുതലുകളൊന്നും തന്നെ ഇല്ലാതെയാണ് വ്യക്തിപരമായും ഞാൻ ഇത് സംസാരിക്കാനായി ശ്രമിക്കുന്നത്. ചിലപ്പോൾ വീഡിയോ ലെങ്തി ആകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് നല്ലതായിരിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മളുടെ അഫാനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊലപാതകയെ കുറിച്ചിട്ടുള്ള ചില തലക്കെട്ടുകളിലേക്ക് നമുക്ക് പോവാം. അഫാൻ മദ്യം കഴിച്ചത് ധൈര്യം കിട്ടാൻ. അഫാൻ പെൺ സുഹൃത്തിനോട് ചോദിച്ചത് ഇതാ നമുക്ക് നോക്കാം. ഏറ്റവും ഒടുവിൽ പെൺ സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ച് 1-ാം നിലയിലെ മുറിയിലേക്ക് പോയത് എന്തിനായിരിക്കും? അഫാൻ തീവ്രവാദ ബന്ധമോ തുടങ്ങി, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇന്നത്തത് അഫാൻ്റെ അമ്മ മനഃപൂർവമായി മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഹൃദയം തകർന്ന് അഫാൻ്റെ വാപ്പ തിരികെ എത്തി തുടങ്ങി നമ്മൾ വായിക്കുന്ന ഓരോ തലക്കെട്ടും, വികാരപരമായ ഓരോ തലക്കെട്ടുകളും ലോ എൻഫോഴ്സ്മെൻറ്റിനെ അട്ടിമറിക്കുന്നവ തന്നെയാണ്. ഒരു സോഡിയാക് കില്ലറിനെ രക്ഷപ്പെടുത്തുന്ന ഇത്തരം തലക്കെട്ടുകൾ വ്യക്തമായും കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. ഉമ്മയെ ഫോണിൽ വിളിച്ച് തരുമോ എന്ന് ചോദിച്ചു. ഏറ്റവും ഒടുവിൽ കുടചൂടിപ്പോയ സ്ത്രീ സുഹൃത്ത് അല്ലെങ്കിൽ പെൺ സുഹൃത്ത്, ഇത്തരം വികാരപരമായ സൂക്ഷ്മ പരിശോധനാ തലക്കെട്ടുകൾ എപ്പോഴും പറയുന്നത് പോലെ പറയട്ടെ, ഇത് വളരെയധികം അപകടകരമായ രീതിയിൽ സമൂഹത്തിൽ അത് ഏറ്റെടുക്കുന്ന, കാണുന്ന, കേൾക്കുന്ന ഒരു സാധാരണ തലച്ചോറിന് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. വളരെ മീഡിയയിൽ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രസ് മീഡിയകളിൽ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു മീഡിയ, ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. ഞാൻ ആ മീഡിയയുടെ പേര് പറയാത്തത് അത് നിങ്ങൾ പോയി കാണാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ. അതിൽ വ്യക്തമായി പറയുന്നത് 14 വയസ്സുകാരനായ തൻ്റെ അനുജൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു, പക്ഷേ അത് തലയോട്ടിയുടെ പിന്നിലേക്കാണ് ഇരിക്കുന്നത്. ഒരു കണ്ണ് പൂർണ്ണമായും കുഴിഞ്ഞിരിക്കുന്നു. തൻ്റെ അമ്മയുടെ പുറകിലത്തെ മുടി മുഴുവൻ ഒരു ആംബുലൻസ് ഡ്രൈവർ ചതയോടുകൂടി തൂത്തുവാരിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു പറയുന്നതിനോടും എന്നോട് ക്ഷമിക്കുക. കാരണം എൻ്റെ ടോപ്പിക്ക് അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മാത്രം എനിക്ക് പറയേണ്ടി വരുന്നതിൽ തീർത്താ ക്ഷമ ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള ഓരോ തലക്കെട്ടുകളും വികാരപരമായ വിൽപ്പന ചരക്കുകളാക്കി മാറ്റുന്ന ഓരോരുത്തർക്കും എന്താണ് നേട്ടമുള്ളത്? നമ്മൾക്ക് പുതിയ ചിന്തകളും പുതിയ വർത്തമാനങ്ങളും നമ്മുടെ പോളിസി ഇംപ്ലിമെൻറ്റേഷനും എക്സിക്യൂഷനും മാറ്റങ്ങളും ഭേദഗതികളും നിയമാവലികളും മാറേണ്ടുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ 5-6 ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഈ ഒരു കാര്യം തുടക്കം തൊട്ട് ജനുവരിയിൽ മെഹറിൻ്റെ മരണം തൊട്ട് ഇങ്ങോട്ടേക്ക് സ്കൂൾ വിദ്യാർത്ഥികളിലും കോളേജ് വിദ്യാർത്ഥികളിലും നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെയും ഒടുവിൽ എൻ്റെ കൊച്ചു സംസ്ഥാനത്തിൽ ഏറെ അഭിമാനത്തോടുകൂടി നിലനിൽക്കുന്ന, ജീവിക്കുന്ന, ഏറെയധികം സന്തോഷത്തോടുകൂടി നെഞ്ചത്ത് കൈവച്ച് ഇതെൻ്റെ കേരളമാണെന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന് ഇതെന്തു പറ്റി എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ നമ്മൾ ഇനിയും അവസരം കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ചെറുതായെങ്കിലും ചെറിയ ചിന്തകളിലേക്ക് തിരിയുന്നതിന് മുന്നേ അഫാൻ എന്ന ഫാൻ ഇവിടെ തീരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.